വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വരാനിരിക്കുന്ന സമസ്ത പൊതുപരീക്ഷ 2026 ജനുവരി 24, 25 എന്നീ തീയതികളിലായിട്ട് നടക്കുന്ന പൊതുപരീക്ഷ, അതേപോലെ തന്നെ സമസ്ത വാർഷിക പരീക്ഷ വരുന്നുണ്ട്. അതും ഈ മാസം തന്നെ ജനുവരി 31, അതുപോലെ ഫെബ്രുവരി 1, 2, പിന്നെ 10, 11, 12 ഈ തീയതികളിലായിട്ടാണ് നടക്കുന്നത്. പൊതുപരീക്ഷ വിദ്യാർത്ഥികൾ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, രക്ഷിതാക്കളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പൊതുപരീക്ഷയെപ്പറ്റി പല സംശയങ്ങളാണ്. കാര്യമായിട്ട് ഖുർആൻ്റെ വിഷയത്തിലായിരുന്നു. ഖുർആൻ പരീക്ഷ സാധാരണ പൊതുപരീക്ഷയ്ക്ക് വരാറുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലും മുൻ വർഷങ്ങളിലൊക്കെ 3 ദിവസത്തിലാണ് പരീക്ഷ നടക്കൽ. എന്നാൽ ഇപ്രാവശ്യം 2 ദിവസമാക്കി ചുരുക്കിയിട്ടുണ്ട്. ഖുർആന് പ്രത്യേകമായിട്ട് ലാസ്റ്റ് ഒരു ദിവസം കൂടെ, മൊത്തം 3 ദിവസം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം 2 ആക്കി ചുരുക്കിയിട്ടുണ്ട്. അപ്പോൾ പൊതുപരീക്ഷയിൽ ഖുർആൻ ഹിഫ്ള് പരീക്ഷ എങ്ങനെയായിരിക്കും, എവിടെ നിന്നാണ് ഓദിക്കുക, ഹിഫ്ള് ഏത് ഭാഗത്തു നിന്നായിരിക്കും, ദിക്റുകളുണ്ടോ, ദുആകൾ ചോദിക്കുമോ എന്നൊക്കെയാണ് എല്ലാവരും കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതറിയാത്തവർക്കാണ്, പുതുതായിട്ട് പൊതുപരീക്ഷ എഴുതുന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് പൊതുപരീക്ഷയ്ക്ക് ഖുർആൻ ഹിഫ്ള് ഈ 2 കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഖുർആൻ ഓദിക്കും, അതുപോലെ ഹിഫ്ള് ചൊല്ലിക്കും. അതിന് പുറമെ ദിക്റുകളോ അതുപോലെ ദുആകളോ ഒന്നും പരീക്ഷയ്ക്ക് ചോദിക്കൂല. അത് സാധാരണ പാദവാർഷികത്തിലും അർദ്ധവാർഷികത്തിലും മാത്രമേ ഉണ്ടാവലുള്ളൂ. പൊതുപരീക്ഷയിൽ അങ്ങനെ ദിക്റുകളോ ദുആകളോ ചോദിക്കാറില്ല. പിന്നെ മറ്റൊരു സംശയമാണ് ഖുർആൻ ഏത് ഭാഗത്തു നിന്നാണ് ഓദിക്കുക, അത് ഏതാ ഭാഗം എന്ന് പറഞ്ഞു തരുമെന്ന് പലവരെ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും? കാരണം ഖുർആൻ പരീക്ഷ മുൻപൊക്കെ ആദ്യത്തെ 10 ജുസ്ഇൽ നിന്നാണ് ചോദിക്കുക. ഏത് ഭാഗത്ത് നിന്നാണ് ചോദിക്കുക എന്ന് നമുക്കും പറയാൻ കഴിയില്ല. കഴിഞ്ഞ വർഷം മാഇദ സൂറത്തു നിന്നാണ് ചോദിച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ സമസ്തയാണ് തീരുമാനിക്കുന്നത്, ഏത് ഭാഗത്താണ് ഓദിപ്പിക്കേണ്ടത്, എത്ര ഓതണം എന്നുള്ളതൊക്കെ. അതേപോലെ തന്നെ 7ാം ക്ലാസ്സിൻ്റെയും ഇതുപോലെ തന്നെ ഖുർആൻ മുഴുവനായിട്ടാണ് തോന്നുന്നു. ഖുർആൻ മുഴുവനായിട്ടാണ് പരീക്ഷയ്ക്ക് വരാറ്. അപ്പോൾ ഏത് ഭാഗത്തുനിന്നും ഖുർആൻ ഓദിപ്പിക്കാം. കാരണം 7-ലെത്തുമ്പോൾ ഒരു കുട്ടി നല്ലവണ്ണം ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയുന്ന, എവിടുന്നും എടുത്തു ഓതാൻ കഴിയുന്ന രീതിയിലുള്ള പ്രാപ്തരായ വിദ്യാർത്ഥികളായിരിക്കും. അപ്പം അതുകൊണ്ട് ഖുർആൻ മുഴുവനായിട്ടായിരിക്കും അവരെ ഓദിപ്പിക്കൽ. അതായത് എവിടുന്നെങ്കിലും കുറച്ച് ആയത്ത് ഓദിപ്പിക്കും. ഇനി ഒരു സിലബസ് വരാനുണ്ട്. പൊതുപരീക്ഷ ഖുർആൻ ഹിഫ്ള് പരീക്ഷയ്ക്ക് മാത്രമായിട്ട് ഒരു സിലബസ് വരാനുണ്ട്. അത് വന്നാലേ നമുക്ക് കൺഫേം ആക്കി പറയാൻ കഴിയുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ രൂപത്തിലാണ് നടന്നു തോന്നുന്നു. പിന്നെ ഖുർആനും ഹിഫ്ളും 100 മാർക്കിൽ തന്നെയാണ് കേട്ടോ. ഖുർആന് 100 മാർക്ക്, ഹിഫ്ളും 100 മാർക്ക്. പക്ഷേ 5-ൽ നമുക്ക് ഖുർആനും ഹിഫ്ളും വേറെ വേറെ ആണെങ്കിലും ലിസാന് അതുപോലെ തജ്വീദ് ഒറ്റ വിഷയമായിട്ടാണ് വരുന്നത്. അപ്പോൾ ലിസാനിനും തജ്വീദിനും കൂടെയാണ് 100 മാർക്ക് ഉണ്ടാവുക. അതേപോലെ അഖ്ലാഖും താരീഖും ഇത് രണ്ടും ഒന്നിച്ചാണ് വരുന്നത് പരീക്ഷയ്ക്ക്. ഇതൊറ്റ വിഷയമായിട്ടാണ് പരിഗണിക്കുക. നമ്മൾ പാർദ്ധവാർഷിക പരീക്ഷയിലൊക്കെ ജയിക്കണമെങ്കിൽ 18 മാർക്ക് കിട്ടിയാൽ മതിയാവും. പക്ഷേ ഇവിടെ നമുക്ക് 30 മാർക്ക് കുറഞ്ഞത് കിട്ടണം പൊതുപരീക്ഷയിൽ, എന്നാലേ ആ കുട്ടി വിജയിക്കുള്ളൂ. പിന്നെ ഇതിൻ്റെ ടോപ്പ്ലസ്, ഡിസ്റ്റിങ്ഷൻ, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്, ഫെയിൽഡ്, ഇതൊക്കെ ഇൻഷാല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. എങ്ങനെയാണ്, എത്ര അതിൻ്റെ ഏകദേശം കിട്ടണം എന്നൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ അറിയിക്കുന്നുണ്ട്. പിന്നെ പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായി ഞാൻ തയ്യാറാക്കുന്ന കുറച്ച് ചോദ്യ പേപ്പറുകളുണ്ട്. അത് ആവശ്യമുള്ളവർ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ ഞാൻ എന്ത് ചെയ്യുക, അതിൻ്റെ ഡീറ്റെയിൽസ് വിടാം, എൻ്റെ നമ്പർ വിടുന്നുണ്ട്, അതിൽ മെസ്സേജ് അയച്ചാൽ മതി. അവർക്ക് ഞാൻ എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുന്നതാണ്. 100 രൂപ വാങ്ങുന്നുണ്ട്, കാരണം എൻ്റെ കഷ്ടപ്പാട് ഏറെയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക, അതിലേക്ക് താഴെ കൊടുത്ത നമ്പറിൽ മെസ്സേജ് അയക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.